ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 12th മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്? എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ്? എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ ട്രാൻസ്പോസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താണ് ട്രാൻസ്പോസ്? ഒരു മെട്രിക്സിൻ്റെ കോളംസും റോസും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായിട്ട് എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളായിട്ട് എഴുതി, അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കണ്ടോ, എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. അപ്പോൾ എ ട്രാൻസ്പോസ്. നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ആ ഒറിജിനൽ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് കിട്ടിയതെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ആ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. എന്ത് മെട്രിക്സ് ആണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതാണ് നമുക്ക് എഴുതാം. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് √3 2 3 2 -1.5 -1 3 -1 1 ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ പോവുകയാണ്. ഇപ്പോൾ ട്രാൻസ്പോസ് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിലത്തെ ഫസ്റ്റ് റോ എടുത്തിട്ട് ഫസ്റ്റ് കോളായിട്ട് എഴുതണം അല്ലേ? ഇപ്പോൾ √3 2 3 ഞാനത് ഫസ്റ്റ് കോളായിട്ട് എഴുതി. ഇനി സെക്കൻഡ് കോളം സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളായിട്ട് എഴുതാൻ പോവുക. അപ്പോൾ 2 -1.5 -1. ഇനി ലാസ്റ്റ് റോ എടുത്ത് ലാസ്റ്റ് കോളായിട്ട് എഴുതുകയാണ് 3 -1 1. അപ്പോൾ ഇതാണ് ഞാൻ ട്രാൻസ്പോസ് എഴുതിയത്. ഇനി ഞാൻ നോക്കുന്ന സമയത്ത് നോക്കിയേ, ഈ രണ്ട് മെട്രിക്സ് സെയിം തന്നെയാണ്. ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയാണ് വീണ്ടും തിരിച്ച് നമുക്ക് കിട്ടിയത്. ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ആ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് തന്നെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ദ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ട്രാൻസ്പോസ് കാണുന്ന സമയത്ത് നമുക്ക് -a ആണ് കിട്ടുന്നത്. എലമെന്റുകളെല്ലാം സെയിം ആണ്, അതിന്റെ സൈനുകൾ വ്യത്യാസമുണ്ട്. എല്ലാം സൈനുകളും വ്യത്യാസമാണ്. പ്ലസ് ഉള്ളത് മൈനസ് ആണ്, മൈനസ് എന്നുള്ളത് പ്ലസ് ആണെങ്കിൽ ബാക്കി എല്ലാ എലമെന്റ്സും സെയിം ആണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് പറയും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കൊരു താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ, മെട്രിക്സ് ബി തന്നിട്ടുണ്ട്. നോക്കിയേ, ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് അറിയാലോ. നമ്മൾ ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ ആ ഡയഗണലിൽ കിടക്കുന്ന എലമെന്റ്സ് ഇതെല്ലാം എന്താണ്? 0 ആണ്. ഇത് നമ്മളൊന്ന് എഴുതി നോക്കി വെക്കാം. ഇതിന്റെ ഫസ്റ്റ് റോ എന്താണ്? 0 E F. ഞാനത് ഫസ്റ്റ് കോളായിട്ട് എഴുതിയിട്ടോ. സെക്കൻഡ് റോ എന്താണ്? -E 0 G -E 0 G. ഞാനത് സെക്കൻഡ് കോളായിട്ട് എഴുതി. ഇനി ലാസ്റ്റ് റോ എന്താണ്? -F -G 0. അപ്പോൾ -F -G 0 ഞാനത് ലാസ്റ്റ് കോളായിട്ട് എഴുതി. നോക്കിയേ, ഇതിപ്പോൾ നമ്മുടെ ബി ട്രാൻസ്പോസ് ആണ്. ഇതും നമ്മുടെ ബിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 0 എന്ന് പറയുന്നത് 0. നമുക്ക് ഡയഗണൽ 0ക്ക് പിന്നെ സൈൻ ചേഞ്ച് ഇല്ലല്ലോ, അതുകൊണ്ട് അത് 0 തന്നെ. ഇ കണ്ടോ, ഇവിടെ ഇ ആണ് സെക്കൻഡ് എലമെന്റ്, ഇവിടെ അത് -E. ഇവിടെ F ആയിരുന്നു, അത് -F. ഇവിടെ -E ആയിരുന്നു, ഇവിടെ അത് E. പിന്നെ 0. പിന്നെ ഇവിടെ G എന്നുള്ളത് -G. പിന്നെ ഇവിടെ -F ഉള്ളത് F ആയും -G എന്നുള്ളത് G. പിന്നെ ലാസ്റ്റ് എലമെന്റ് 0. ഇതിന്റെ ഈ ഡയഗണൽ എലമെന്റ്സ് എന്ത് തന്നെയാണ്? ഇത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്? -B എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായി? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. 2 തിയറി ഇവിടെ ഉണ്ട്. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ, അപ്പൊ ഇതിലൊക്കെ സ്ക്വയർ മെട്രിക്സ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്ത് റിയൽ നമ്പർ എൻട്രീസ് A + A ട്രാൻസ്പോസ്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, ഒരു സ്ക്വയർ മെട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസ് നമുക്കറിയാം, ഒരു A ട്രാൻസ്പോസ് കിട്ടും അല്ലെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അത് സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് പറയണത്. അതുപോലെ ഇത് രണ്ടും കൂടി ഒന്ന് മൈനസ് ചെയ്താലോ, A - A ട്രാൻസ്പോസ് എന്ന് പറയണതോ അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ തിയറം. അപ്പൊ ഇതിലെങ്ങനെയാ പ്രൂവ് ചെയ്തേക്കണം നോക്കാം. അപ്പോൾ A + A ട്രാൻസ്പോസിന് നമുക്ക് ബി ആയിട്ട് എടുക്കാം. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എന്ത് വരും? A + A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. നമ്മൾ പറഞ്ഞു A + B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അത്?
എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് എഴുതാന്ന്. അതുപോലെ ഞാൻ രണ്ടിനും സെപ്പറേറ്റ് ട്രാൻസ്പോസ് കൊടുത്തു. എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഓൾ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ദ ഓൾ ട്രാൻസ്പോസ് എന്ത് തന്നെയാണ്? തിരിച്ച് വീണ്ടും എ കിട്ടും. ഇതിനെ നമുക്ക് തിരിച്ചിങ്ങനെ എഴുതിക്കൂടെ? എ പ്ലസ് എ ട്രാൻസ്പോസ് നമുക്ക് തിരിച്ച് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മെട്രിക്സ് അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? ബി എന്ന് പറഞ്ഞ മെട്രിക്സാ. ഇവിടെ എന്ത് കിട്ടി? ബി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് ബി തന്നെ കിട്ടി. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? ബി എന്തായിരുന്നു? എ പ്ലസ് എ ട്രാൻസ്പോസ്. അതെന്താണെന്ന് കിട്ടി? ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കിട്ടി. ഇതേപോലെ സി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുത്തു, എ മൈനസ് എ ട്രാൻസ്പോസ് ആയിട്ട്. അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. അപ്പൊ അതെന്ത് കിട്ടി? എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്തായിട്ട് മാറും? എ ആയിട്ട് മാറും. അപ്പൊ നോക്കുമ്പോൾ ഒരു മൈനസിന്റെ വ്യത്യാസം ഉണ്ട് അല്ലെ? ആ മൈനസ് കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ അതെന്തായിട്ട് വന്നു? മൈനസ് സി ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ ട്രാൻസ്പോസ് കാണുന്ന സമയത്ത് മൈനസ് ഒറിജിനൽ മെട്രിക്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആ മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം അല്ലെ? ഇവിടെ നമുക്ക് സി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? സി ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് നമുക്ക് അവിടെ കിട്ടി. അപ്പൊ അതെന്താണ്? അതൊരു നമുക്ക് ഒരു മൈനസ് ആയിട്ട് കിട്ടിയത് അല്ലെ? അപ്പൊ അത് സി ഈക്വൽ ടു മൈനസ് സി കിട്ടി. അപ്പൊ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പം എ മൈനസ് എ ട്രാൻസ്പോസ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഇനി അടുത്ത ഒരു തിയർ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്തുണ്ട്? ചോദിക്കാറുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതായത് എനി സ്ക്വയർ മെട്രിക്സ്, അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാൻ ബി എക്സ്പ്രസ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനെ ഒരു സിമെട്രിക്കിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം. അതാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു തിയറാണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എന്തെടുക്കണം? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. സ്ക്യൂ സിമെട്രിക് ആയിട്ട് എന്തെടുക്കണം? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന്. അപ്പൊ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, അതായത് കെ എ ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലേ? ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും ഒരു സിമെട്രിക് ആണെന്നും അതേപോലെ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ തിയറം വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. പക്ഷെ ഇതിന് താഴെ വരുന്ന ഈ ഒരു പ്രോബ്ലം, ഇതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എക്സാമിനെ നമുക്ക് ഇതുപോലെ ഒരു മെട്രിക്സ് തരും. എന്നിട്ട് ചോദിക്കും എക്സ്പ്രസ് ദിസ് മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? അപ്പൊ ഇവിടെ നമുക്ക് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തിരിക്കണം. അതുകൊണ്ട് ഞാൻ ബി എടുക്കുകയാണ്. ഇപ്പൊ എ ആണെങ്കിൽ എ, ബി ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ പി എന്തായിട്ട് എടുക്കണം? പി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്. ക്യൂ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. കാരണം പി ഇവിടെ സിമെട്രിക്കും ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബി ട്രാൻസ്പോസ് നമ്മളിവിടെ കണ്ടുപിടിക്കുക. അപ്പൊ ബി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടോ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളായിട്ട് എഴുതി. അങ്ങനെ നമ്മൾ എഴുതി വെച്ചു. നമ്മുടെ പി എടുത്തു. പി എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ബിയും ബി ട്രാൻസ്പോസും കൂടി ഇവിടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം ഹാഫ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ പി എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ആദ്യം നമ്മൾ ഈ പി ഇവിടെ കണ്ടുപിടിക്കണം. ഇപ്പൊ പി എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. കണ്ടോ? ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് വന്ന മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളിതൊരു സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. കണ്ടോ? ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളായിട്ട് എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളായിട്ട് എഴുതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിവിടെ പി ട്രാൻസ്പോസ് കിട്ടി. നമ്മൾ ആ പി ട്രാൻസ്പോസ് ഒന്ന് നോക്കി നോക്കിയേ. ഇത് നമ്മുടെ പി തന്നെയല്ലേ? കണ്ടോ? എല്ലാ എലമെന്റും സെയിം ആണ്. ഒരു മൈനസിന്റെ പോലും വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് പി ട്രാൻസ്പോസ് എന്ത് തന്നെ കിട്ടി? പി തന്നെ കിട്ടി. അതുകൊണ്ട് ഈ പി എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ക്യൂ എടുക്കണം. ക്യൂ എങ്ങനെ എടുക്കുക? ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. അപ്പൊ ആദ്യം നമ്മൾ ബി മൈനസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പൊ ഇത് നമ്മുടെ ക്യൂ ആയിരുന്നു.
ഇനി ക്യൂവിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ എല്ലാ എലമെന്റും സെയിം. കണ്ടു, ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടുല്ലേ, ഒരു സ്ക്യൂ സിമെട്രിക്കിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതവിടെ 0 വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ എല്ലാ എലമെന്റിലും ഒരു മൈനസിന്റെ വ്യത്യാസം. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ എന്താ 2 പോസിറ്റീവ് വന്നു. ഇത് 2 പോസിറ്റീവ് ആണ്, അപ്പോൾ ഇവിടെ അത് 2 എന്ത് വന്നു? നെഗറ്റീവ് വന്നു. കണ്ട, എല്ലാത്തിലും ഒരു നെഗറ്റീവ് സൈനിന്റെ ഇതുണ്ട്. അപ്പൊ ഇതെന്താണ്? ക്യൂ അല്ല, മൈനസ് ക്യൂ ആണ്. അപ്പൊ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മൈനസ് ക്യൂ അല്ലെങ്കിൽ മൈനസ് ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? സിമെട്രിക് അല്ല, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ ഈ ക്യൂവിനെ നമുക്ക് എന്ത് പറയാം? ക്യൂ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കണം അല്ലേ? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക്കൽ. അപ്പൊ സമ്മ് കാണണം. അപ്പൊ പിയും കണ്ടുപിടിച്ചു, ക്യൂവും കണ്ടുപിടിച്ചു. ജസ്റ്റ് ആഡ് ചെയ്തപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ആ ഒറിജിനൽ മെട്രിക്സ് ബി തന്നെ നമുക്കവിടെ കിട്ടി. അപ്പൊ ബീനെ നമ്മളിവിടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്തു? ബി ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. പി ഒരു എന്താണെന്ന് കിട്ടി? ഒരു സിമെട്രിക് ആണെന്ന് കിട്ടി. ക്യൂ ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിൾ എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. അപ്പൊ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് എ ആണോ ബി ആണോ, അതിന് നമുക്ക് ഇതുപോലെ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാം. പി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതണം? പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇനി ക്യൂ എന്ന് പറഞ്ഞ വേറൊരു മെട്രിക്സ് എടുക്കുക. അത് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആയിട്ട് എടുക്കുക. നമ്മളിത് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പി കണ്ടുപിടിക്കുക. അതിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം അതൊരു സിമെട്രിക് ആണെന്ന്, രണ്ടും സെയിം തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കണം. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യൂ കണ്ടുപിടിക്കുക. അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുമ്പോൾ ഒരു മൈനസിന്റെ വ്യത്യാസം വരും. അപ്പൊ അതൊരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു മെട്രിക്സ് തന്നെ നമുക്ക് അവിടെ കിട്ടും. അത് കിട്ടണം. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എവിടെയോ തെറ്റിപ്പോയി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ എന്തായി? നമ്മുടെ ആൻസർ വളരെ കൃത്യമായിട്ട് നമുക്കവിടെ കിട്ടി. ഇതിന് താഴെ കാണുന്ന ഈ എക്സസൈസ് 3.3 ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിലെ മെട്രിക്സ് പറഞ്ഞ ചാപ്റ്ററിന്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ എക്സസൈസും വളരെ ഓരോ പ്രോബ്ലം നമ്മളവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്